ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? അതല്ലടാ, അതവളുടെ അനിയത്തിയാ. നീ പോയി തട്ടിക്കൊണ്ടുവാ. പിന്നൊരു കാര്യം, ശിവരാമേട്ടനെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതിന് നന്നായിട്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അറിയാം. അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമമാണ്. ഉത്തരത്തിലുള്ള എടുക്കാൻ വേണം, കക്ഷത്തിലുള്ളത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇവിടെ നിന്നോട് ഞാൻ എല്ലാം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. എനിക്കിതല്ല സ്ഥിരം ജോലി. പ്രേമ, ഈ ലാസ്റ്റ് മിനിറ്റ് നീ എന്നെ കൈവിടരുത്. നീ എന്താ ആലോചിക്കുന്നത്? മുതലാളി, ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ. അയ്യോ, ശിവൻ ചേട്ടൻ. നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി? അതേടാ. വരുന്നത് വരട്ടെ മുതലാളി. മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ. അയാളെ കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ട് ഓടാം. ചുമ്മാ ഇടി. മുതലാളി കൈ കഴക്കുന്നു. ഞാനിപ്പോ താഴെ ഇടും. ചുമ്മാ ഇരടി, ഇട്ടാ ഞാൻ അവനെ കൊല്ലും. സർ, വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. എന്റെ ഐശ്വര്യങ്ങളെല്ലാം സാറിന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും. ഒരു മിനിറ്റ്. താൻ ആ ഫയലിൽ നിന്ന് ഇയാൾ അപ്ലിക്കേഷൻ ഫോം എടുത്തേ. ബിരിയാണിയും ചോറും ഒക്കെ വാങ്ങിച്ചാ? വാങ്ങിച്ചു. കുപ്പി വാങ്ങിച്ച? കുപ്പി വാങ്ങിച്ചു. പക്ഷേ എന്താ? പക്ഷേ എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി. ചേട്ടനാ? എവിടെ? അകത്തുണ്ട്. അതെന്ത് ചെയ്യുന്നു? അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ്. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നത് അയാളെ തകരാറാക്കൂ? ആവാൻ സാധ്യതയുണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാം? ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അത്? പറയടാ. അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ. എന്താണ് പറഞ്ഞേ? സാർ, അതല്ല സാർ, അതല്ല. അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവന്റെ അമ്മയുടെ, അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു. അല്ലാതെ സയ്യേ സാറിന്റെ അല്ല. അയ്യേ, ഇന്നെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വന്ന് ഇൻസ്പെക്ഷൻ വേണ്ട വേണ്ട, ആ പണി ഇന്ന് തന്നെ തീർത്ത് കളയാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം അവിടെ ഉണ്ട്. അവിടെ സാർ, അവിടെ ഉണ്ട് സാർ. ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല. നിനക്കറിയാടാ? അത് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. സാർ, ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? വഴിപോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്. അതിലേ വെക്കുള്ളൂ. സാർ, വലത്ത് കാല് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ, വലത്ത് കാല് വെച്ച്. ISI മാർക്ക് എവിടെ? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ, ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. ഫോൺപൊക്കെ കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പൊ കാണും മാർക്ക്. അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ആർമിയുടെ? അതെ സാർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് ഞാൻ ഇതിന്റെ അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇതേ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ല. ഇയാളാരാ? സാർ, ഒരു വഴിപോക്കനാണ്. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അതെന്റെ കുറ്റമല്ല സാർ. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ? രണ്ടിലും. സാർ, ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. സാർ, അത് ഞാൻ പ്ലീസ് ഒന്ന് പറയട്ടെ സാർ. അതായത് നിക്ക് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക. ഇവരുടെ സ്ഥിരം വഴിന്ന് മാറണോ? ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ഒപ്പിടുற പട്ടി, ഒപ്പിടുற പട്ടി, തെണ്ടി നായിന്റെ കേശവൻകുട്ടി, വണ്ടി എടുക്കടാ, വണ്ടി. നിന്നെ വേറൊരു കാര്യം പറയാനാ. ഫാക്ടറി തുടങ്ങിയില്ലെങ്കിൽ എനിക്കൊരു പുല്ലില്ലടാ. നീ പോടാ പട്ടി. കള്ളുടിയ നിന്റെ അച്ഛൻ. പോടാ. ഒറ്റയടി
ഒറ്റയടിക്ക് അവന്റെ വായേന്ന് മുലപ്പാല് വരുന്നത് നീ കണ്ട? ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല. പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു? ഡാസ് ചെയ്തു, നീ കണ്ട? ഡാസ് ചെയ്തു. കൊല്ലണോ? കൊല്ലണോ എന്നെ? എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തിൽ കലക്കി കുടിക്കണോ? നീ എന്നെടാ എന്ന് വിളിച്ചു അല്ലേടാ? കാണിച്ച തെണ്ടിത്തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത്. എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിയിട്ടല്ല കണ്ടവനോടുള്ള പക തീർക്കേണ്ടത്. എന്റെ ചോറി മണ്ണ് വാരിയിടാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഒരടി കൊടുത്ത അവൻ ഒപ്പിടുന്നു കരുതി ഓടുന്ന് വിചാരിച്ചില്ലേ? ഇനിയിപ്പോ നമുക്ക് ഈ ബിസ്ക്കറ്റ് കമ്പനി നിർത്തി വല്ല മീൻ കച്ചവടത്തിനും പോകാൻ മുതലാളി.